രാവിലെ തന്നെ അപ്രതീക്ഷിതമായി ഉണ്ടായ വെള്ളക്കെട്ടിൽ ദുരിതം പേറുകയാണ് മലപ്പുറം താനൂർ മുക്കോലയിലെ ജനങ്ങൾ. 3 ദിവസമായി പ്രദേശത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥിതിയാണ്. ഗർഭിണി ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം വേണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. മുന്നറിയിപ്പില്ലാതെ കടലുണ്ടിപ്പുഴയിലെ ചെക്ക് ഡാമുകൾ തുറന്നതാണ് വെള്ളം കയറാൻ കാരണമെന്ന് കൗൺസിലർമാർ പറയുന്നു. സോണൽ കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഞാനുള്ളത് മലപ്പുറം ജില്ലയിലെ താനൂർ മുക്കോല പടിഞ്ഞാറ് ഭാഗത്താണ്. എനിക്ക് പുറകിൽ കാണാം മഴ വലിയ തോതിൽ പെയ്തിട്ട് പോലുമില്ല. പക്ഷേ അപ്പോഴേക്കും ഈ പ്രദേശത്ത് പൂർണ്ണമായി വെള്ളം കയറുന്ന സാഹചര്യമാണുള്ളത്. മഴ പെയ്താൽ ഇതിൻ്റെ അപ്പുറത്തേക്കാകും സ്ഥിതി എന്നുള്ളതാണ്. ഈ പ്രദേശത്ത് ഏകദേശം 16ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവർ വീടുകളുണ്ട്. പക്ഷേ അവരുടെ അവസ്ഥയൊക്കെ വളരെ ദയനീയമാണ്. വീട്ടിലേക്ക് അതായത് പെട്ടെന്നാണ് ഈ വെള്ളം കയറിയത് എന്നുള്ളതാണ് അവർ പറയുന്നത്. വലിയ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ്. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് വെള്ളം ഇങ്ങനെ കുറേശ്ശെ കയറി തുടങ്ങി. ഞായറാഴ്ച വൈകുന്നേരം ആയപ്പോഴേക്കും തന്നെ വെള്ളം ഫുള്ളായിട്ട് കയറി ഈ രീതിയിലായി എത്തിപ്പെട്ടു. ഇതൊരു മുന്നറിയിപ്പില്ലാതെ എവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നത് നമുക്കറിയുന്നില്ല. കുട്ടികളെ സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ടായി. ഞാനിപ്പോൾ 2 ദിവസം ജോലിക്ക് പോയിട്ടില്ല. ഇതിൽ നമ്മൾ നിൽക്കുന്നത് അത്രയും ദിവസങ്ങൾ നമുക്ക് ബുദ്ധിമുട്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ കറണ്ട് കണക്ഷൻ ഈ വെള്ളത്തിലൂടെയാണ് കറണ്ടിൻ്റെ കണക്ഷൻ. വൈദ്യുതി ലൈന് പോകുന്ന ഇതേ ലൈനിലൂടെയാണ്, വെള്ളമുള്ള അതിലൂടെയാണ് പോകുന്നത്. അത് എന്തെങ്കിലും ഒരു അപകട സാഹചര്യം വളരെ കൂടുതലുള്ളൊരു സാധനമാണ് ഈ കറണ്ടിൻ്റെ കണക്ഷൻ എപ്പോഴും ഇതിലൂടെ പോകുന്നത്. അതിലൂടെയാണ് ആളുകൾ, വെള്ളത്തിലൂടെ പോകുന്ന ആളുകൾക്കും അതിൻ്റെ ബുദ്ധിമുട്ട് വേറെ ഉണ്ട്. ഇത്രയും ദിവസത്തെ നമ്മളെ തൊഴിൽ കാര്യങ്ങൾ ഇതൊന്നും നടക്കുന്നില്ല. ആകെ നമ്മൾ കുടുങ്ങിപ്പോയൊരവസ്ഥയിലാണ് ഉള്ളത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെറിയ മക്കളെയായിട്ട് പോകാനും വരാനും ഉള്ള ബുദ്ധിമുട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടാണ്. ചെറിയ കുട്ടികൾ, അന്ന് ചെറിയ മക്കളാണ്. ഞങ്ങളെ വീട്ടിൽ 2 മക്കളെയൊക്കെ കൊണ്ടുപോയതാണ്. തണുപ്പിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കൊണ്ടുപോയതാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ വാർഡിലെ കൗൺസിലർമാർ കൂടി ചേരുന്നുണ്ട്. എല്ലാ വർഷവും മഴ പെയ്യുമ്പോഴാണ് ഈ ഒരു സാഹചര്യം ഉണ്ടാവുക. ഇപ്രാവശ്യം യാതൊരുവിധ മഴയില്ല. അങ്ങനെ മലിനജലം ഈ ചുറ്റുവട്ടത്ത് കെട്ടി നിന്നിട്ട് ആകെ പ്രയാസത്തിലായി ജനങ്ങൾ. എൻ്റെ വാർഡിൽ 70ഓളം കുടുംബങ്ങൾ പ്രശ്നത്തിലായിട്ട് നിൽക്കുകയാണ്. 3 ദിവസമായിട്ട് ഇവിടുത്തെ ആളുകൾ വെള്ളത്തിൽ കഴിയേണ്ട ഒരു സാഹചര്യമാണുള്ളത്. പ്രധാനമായിട്ട് ഇതിന് ഒരു പ്രതിവിധി എന്താ നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ? ഈ പൂരപ്പുഴയ്ക്ക് കുറുകെ പോകുന്ന കുറേ കൈത്തോടുകളുണ്ട്. ഈ കൈത്തോടുകളൊക്കെ ആഴം കൂട്ടണം. ഇതിന് ആഴം കൂട്ടിയിട്ട് ഇതിന് സൈഡ് ഭിത്തി കെട്ടിയിട്ട് ഇതിനെ സംരക്ഷിച്ചിട്ടില്ലാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് ഈ കാണുന്നത്. കാരണം അത് ആഴം കൂട്ടിയാൽ തന്നെ ഇത്രയും വരുന്ന വലിയ ജലത്തിന് അഫോർഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ കൈത്തോടുകൾക്ക് വേണം. അതില്ലാത്തതാണ് ഈ ഒരു പ്രദേശത്തിന് ഇങ്ങനെ ഒരു പ്രതീക്ഷ ഇല്ലാത്ത സമയത്ത് വെള്ളത്തിൽ ആഴ്ത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ് ഇവരെ സംബന്ധിച്ച് ആവശ്യമുള്ളത്. വർഷം ഈ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങളാണ്. ഇത്രയും പെട്ടെന്ന് സർക്കാർ തലത്തിൽ ഇടപെട്ട് ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്തണമെന്നുള്ളതാണ് ഇവരുടെയും പ്രധാനപ്പെട്ട ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് അക്ഷയ് ടിവിക്കൊപ്പം വി സോണകൃഷ്ണ, റിപ്പോർട്ടർ, തിരൂർ.